നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് പവർ റൂം. ക്യാപ്റ്റനേക്കാൾ പവറുള്ളത് പവർ റൂമിലുള്ളവർക്കാണെന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ പവർ റൂമിലേക്ക് എത്തിച്ചേരുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം. രണ്ടാമത്തെ ആഴ്ചയുടെ ആരംഭം ഇന്ന് കുറിച്ചത് പവർ റൂമിലേക്ക് പുതിയൊരാളെ തിരഞ്ഞെടുത്തുകൊണ്ടായിരുന്നു. പവർ റൂമിലെ അംഗങ്ങളുടെ തീരുമാനപ്രകാരം ജാസ്മിനാണ് പവർ റൂമിലേക്ക് എത്തിയ പുതിയ അംഗം. എന്നാൽ ജാസ്മിന്റെ തിരഞ്ഞെടുപ്പിന് പിന്നിൽ ഗബ്രിയുടെ മാനിപ്പുലേഷനും തന്ത്രവുമാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അക്കാര്യം ചൂണ്ടിക്കാണിക്കുന്ന കുറിപ്പ് ചർച്ചയായി മാറുകയാണ്. ജോൺ ബ്രിട്ടോയുടെ കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. ആർക്കും ഗബ്രിയേലിന്റെ ഉദ്ദേശത്തിൽ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? നല്ലപോലെ തന്റെ കുത്സിത പ്രവർത്തികൾക്ക് അനുകൂലിച്ച് നിന്നുകൊടുക്കുന്ന ജാസ്മിൻ പവർ റൂമിലേക്ക് വന്നാൽ മതിയെന്ന് അങ്ങ് തീരുമാനിച്ചു. കുതന്ത്രത്തിലൂടെ ആദ്യം തന്നെ ജാസ്മിനെ കൊണ്ടുവരുന്ന കാര്യം എടുത്തു പറഞ്ഞ് ബാക്കിയുള്ളവരെ എല്ലാവരെയും അന്തസ്സായിട്ടങ്ങ് മാനിപ്പുലേറ്റ് ചെയ്തുവെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഏറ്റവും സ്ട്രോങ് ആയിട്ട് അഭിപ്രായം പറഞ്ഞ സിജോ പവർ ടീമിൽ തങ്ങളോട് കൂടി വന്നാൽ അത് തങ്ങളുടെ സർവ്വസ്വാതന്ത്ര്യത്തിന് തന്നെ വിനയാകും എന്ന് മറ്റുള്ളവരെ പറഞ്ഞു പറ്റിച്ച് ജാസ്മിനെ ടീമിന് അകത്ത് കയറ്റി. ഇനി രണ്ടുപേർക്കും ഒരുമിച്ച് എന്ത് ഗെയിം വേണമെങ്കിലും അവിടെ കളിക്കാമല്ലോ. അവർ ടീമിനെ മൊത്തം കബളിപ്പിച്ചില്ലേ? ഗബ്രിയേൽ തന്റെ ടീമിനെ മൊത്തത്തിൽ കബളിപ്പിച്ച് തന്റെ ജാസ്മിനെ തന്റെ ടീമിലേക്ക് കയറ്റിയെന്നും കുറിപ്പിൽ പറയുന്നു. ഇന്നലെ ഞാൻ എന്റെ ഈ പവർ റൂം സ്ഥാനം ഒഴിയാൻ പോവുകയാണെന്ന് രാത്രി മൊത്തം പറഞ്ഞു നടന്നവൻ ഇന്ന് രാവിലെ ജാസ്മിൻ വരുമെന്ന് കണ്ടപ്പോൾ തനിക്ക് പവർ റൂമിന് മാറേണ്ട എന്ന തീരുമാനം പെട്ടെന്ന് എടുക്കുകയും ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്തു. ജാസ്മിനെ പവർ റൂമിലേക്ക് കൊണ്ടുവരികയും ചെയ്തുവെന്നും കുറിപ്പിൽ പറയുന്നു. ഇന്നലെ രാത്രി പലരോടും നടന്നു പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ ടീമിൽ നിന്നും പോകാൻ തയ്യാറാണ്, എന്നെ നിങ്ങൾ മാറ്റിക്കോളൂ എന്ന്. ജാസ്മിന്റെ മടിയിൽ കിടന്ന് അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചുവരെ പറഞ്ഞു. ഇന്ന് പെട്ടെന്ന് ഗബ്രി തന്റെ ആ നിലപാട് അല്ലെങ്കിൽ ആ സ്റ്റാൻഡ് മാറ്റി. ഇവനെ നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് കുറിപ്പിൽ ചോദിക്കുന്നത്. ഇപ്പോൾ ലൈവിൽ ഇരുന്ന ഗബ്രി ജാസ്മിനോട് പറയുന്നു, നിഷാനയുടെ വോട്ട് നിനക്ക് വേണ്ടി മറിച്ചത് ഞാനാണെന്ന്. ജാസ്മിനുമായി സോഫയിലിരുന്ന സന്തോഷം രണ്ടുപേരും കൂടി പങ്കുവെക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ബുദ്ധി എന്ന് പറയുന്നതില്ലേ? പുറത്ത് ഇവർ അതിനകത്ത് നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് ജനങ്ങൾ ഇവരെ വിലയിരുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ലേ എന്നും കുറിപ്പിൽ ചോദിക്കുന്നു. ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണും. യഥാർത്ഥ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവരായിരുന്നു എങ്കിൽ സിജോയെ പവർ റൂമിലേക്ക് എടുക്കുന്നതല്ലായിരുന്നോ ശരി? നിങ്ങൾ പറയൂ. പവർ ടീമിലുള്ളവർ എല്ലാവരും കൂടി സിജോയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ PR വർക്ക് ഇപ്പോൾ ചെയ്തിരിക്കുന്നു. സത്യം പറഞ്ഞാൽ പുറത്ത് സിജോയുടെ കൂട്ടുകാർ അല്ലെങ്കിൽ സിജോയെ സ്നേഹിക്കുന്നവർ ഒരു പണിയും എടുക്കേണ്ട എന്ന അവസ്ഥയാണ്. കാരണം അവർ എടുക്കേണ്ട എല്ലാ പണികളും അകത്ത് നിന്ന് ഗബ്രിയും ജാസ്മിനും അതുപോലെ പവർ ടീമിലുള്ള 1-2 പേരും കൂടി ചെയ്യുന്നുണ്ട് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.